ചൂട് അധികമായാൽ മിക്കവരിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് സൂര്യാഘാതം. അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപ സംവിധാനങ്ങൾ തകരാറിലാകും. ഇതുമൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തേക്ക് തള്ളുന്നതിന് തടസ്സം നേരിടുകയും ഇത് ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളെ തകരാറിലാക്കുകയും ചെയ്യും. ഇത്തരമൊരവസ്ഥയാണ് സൂര്യാഘാതം എന്നത്. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേക്ക് നേരിട്ട് ഏൽക്കുന്നതാണ് ഇതിന്റെ കാരണം. സൂര്യാഘാതം ഉണ്ടാകാൻ എളുപ്പമാണ്. കഠിനമായ ചൂടിനെ തുടർന്ന് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നാൽ ശരീരത്തിൽ താപനിയന്ത്രണം സാധ്യമാകാതെ വരും. തലച്ചോർ, കരൾ, വൃക്കകൾ, ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സാരമായി അത് ബാധിക്കും. അമിത ചൂടിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇരിക്കുന്നത് മൂലം ഒരാൾക്ക് 2-3 ദിവസങ്ങൾ കൊണ്ടുപോലും സൂര്യാഘാതം സംഭവിക്കാം. കഴുത്തിന്റെയും നെഞ്ചിന്റെയും മുകൾ ഭാഗത്തും കക്ഷത്തിലും തോൾ വശത്തുമാണ് ഈ പ്രശ്നം കൂടുതലായി ബാധിക്കുന്നത്. തൊലിപ്പുറമെ ഉണ്ടാകുന്ന ചുവന്ന പാടുകൾ, പൊള്ളലേറ്റ ഭാഗത്ത് തൊടുമ്പോൾ ചെറിയ ചൂടനുഭവപ്പെടുക, വേദന, നീറ്റൽ, ക്ഷീണം, തലകറക്കം, ഛർദി, പൊള്ളലേറ്റ ഭാഗത്ത് കുമിളകൾ വരിക, തൊലി ഇളകിപ്പോവുക, ശക്തമായ തലവേദന ഉണ്ടാവുക, എത്ര ചൂടനുഭവപ്പെടുമ്പോഴും വിയർക്കാതെ ഇരിക്കുക, ചർമ്മം ചുവന്ന് പഴുത്തിരിക്കുക, സന്ധികളിൽ ബലക്കുറവും വേദനയും, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവയും ഒക്കെ സൂര്യാഘാതത്തിന്റെ ചില ലക്ഷണങ്ങളാണ്. ചെറിയ പൊള്ളലാണെങ്കിൽ തൊലിക്ക് ചുവപ്പ് നിറം, വേദന മുതലായവ മാത്രമേ അനുഭവപ്പെടാറുള്ളൂ. തണലിലേക്ക് മാറി നിന്നാൽ 30 മിനിറ്റിനുള്ളിൽ അസ്വസ്ഥതകൾ കുറയുകയും ചെയ്യും. എന്നാൽ സാരമായ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ മിക്കവാറും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകാം. അസ്വസ്ഥതകൾ കുറയാൻ 3 ദിവസം മുതൽ ആഴ്ചകൾ തന്നെ വേണ്ടിവരും. എന്നാൽ അമിത ചൂടിനെ തുടർന്നുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ തീവ്ര പരിചരണം ലഭിക്കാതെ ഇരുന്നാൽ മരണം വരെയും സംഭവിക്കാം. ചൂട് കനക്കുന്ന മണിക്കൂറുകളിൽ നേരിട്ട് വെയിൽ കൊള്ളാതെ ഇരിക്കുക എന്നതാണ് സൂര്യാഘാതത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനമായും വേണ്ടത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള വെയിലിലാണ് ഏറ്റവും ശക്തിയേറിയതും സൂര്യാഘാതത്തിന് കാരണമാകുന്നതുമായ മണിക്കൂറുകൾ. ഈ മണിക്കൂറുകളിൽ പുറം ജോലികളിൽ ഏർപ്പെടുകയോ റോഡിൽ കൂടി നടക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ കുട ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സൂര്യാഘാതത്തിൽ നിന്നും നല്ലൊരു പരിധിവരെ നമ്മെ സംരക്ഷിക്കും. ചൂട് കൂടുതൽ അനുഭവപ്പെടുമ്പോൾ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. വെയിലത്ത് നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയൊക്കെയുള്ള സമയം വിശ്രമവേളകളായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക. വെയിലത്ത് ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെള്ളം കുടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്രം വളരെ ലൈറ്റ് യെല്ലോ കളറിൽ പോകണം. ഡാർക്ക് യെല്ലോ കളർ ആകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ജോലിയുടെ ഭാഗമായൊക്കെ കൂടുതൽ സമയം വെയിലിൽ നിൽക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ചും ഉച്ച സമയങ്ങളിൽ, ചില ആന്റിബയോട്ടിക്കുകൾ, ചില ഗർഭനിരോധക മാർഗങ്ങൾ, മനോരോഗ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന ശക്തിയേറിയ മരുന്നുകളുടെ അമിതമായ ഉപയോഗം മുതലായവയും സൂര്യാഘാതത്തിന് കാരണമാകാറുണ്ട്. ചൂട് കൂടുന്ന സമയങ്ങളിൽ കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണുന്നത്. അതിനാൽ കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതെ ഇരിക്കുക. അതേപോലെ പുറത്തു പോകുമ്പോൾ വെയിലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളിലും മറ്റും കുട്ടികളെ ഇരുത്തി പോകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റ് കടക്കത്തക്ക വിധം വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക. കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. ചൂടുകാലത്ത് കൂടുതൽ ഉണ്ടാകുന്ന വിയർപ്പിനെ തുടർന്ന് ശരീരം ചൊറിഞ്ഞ് മണൽ വിതറിയ പോലെ കുരുക്കൾ ഉണ്ടാകാറുണ്ട്. ഇത് കൂടുതൽ ബാധിക്കുന്നതും കുട്ടികൾക്കാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ അധികം വെയിലേൽക്കാതെ ഇരിക്കുകയും തിണർപ്പ് ബാധിച്ച ശരീരഭാഗങ്ങൾ എപ്പോഴും ഈർപ്പരഹിതമാക്കുകയും വേണം. ജലാംശം ധാരാളമുള്ള പഴങ്ങളും പച്ചക്കറികളും, പ്രത്യേകിച്ചും ഓറഞ്ച്, മുന്തിരി, പപ്പായ, ആപ്പിൾ, തണ്ണിമത്തൻ, മാതള നാരങ്ങ, കുക്കുംബർ, വെള്ളരിക്ക, ക്യാരറ്റ് എന്നിവയൊക്കെ ധാരാളം കഴിക്കുക. കരിക്കിൻ വെള്ളം, കഞ്ഞിവെള്ളം, മോരും വെള്ളം, നന്നാറി സർബത്ത്, കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം, കൂജയിൽ സൂക്ഷിച്ചിട്ടുള്ള വെള്ളം, കരിമ്പിൻ നീര്, നാരങ്ങ വെള്ളം, മുന്തിരി ജ്യൂസ്, നേർപ്പിച്ച പാൽ പഞ്ചസാര ചേർത്തുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ശരീരം ചൂടായിരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ജലം കുടിക്കുന്നതും ഒഴിവാക്കുക. ലഘുവായതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ, നെയ്യ് ചേർത്ത മലർക്കഞ്ഞി, കഞ്ഞി, പാൽക്കഞ്ഞി ഒക്കെ കഴിക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെയുള്ള നേരത്ത് വെയിൽ കൊള്ളാതെ ഇരിക്കുക. കുറഞ്ഞപക്ഷം പുറത്തിറങ്ങുമ്പോൾ അയഞ്ഞതും ശരീരം മുഴുവൻ മറയുന്നതുമായ വസ്ത്രം ധരിക്കുക.
തൊപ്പി, സൺഗ്ലാസ് മുതലായവ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. കൂടാതെ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീനുകൾ അടങ്ങിയ ലോഷനുകൾ, ക്രീമുകളൊക്കെ ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകുക. 2 നേരം തണുക്കെ കുളിക്കുക. കുളിക്കുന്നതിനായി നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം എന്നിവയിട്ട് തിളപ്പിച്ചാറിച്ച വെള്ളം ഉപയോഗിക്കുക. അതേപോലെ തന്നെ കഴിവതും സോപ്പ് ഉപയോഗിക്കാതെ ഇരിക്കുക. അമിതമായ എരി, പുളി, മസാല ചേർന്ന വറുത്ത, പൊരിച്ച, മൈദ അടങ്ങിയ ബേക്കറി ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. മാംസാഹാരം, മദ്യം, സോഫ്റ്റ് ഡ്രിങ്കുകൾ, ഉപ്പിലിട്ട ആഹാര സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ആയുർവേദത്തിൽ ദ്രാക്ഷാദി കഷായം, ചന്ദനാസവം, ഉശീരാസവം, ശാരിവാദ്യാസവം, ചന്ദ്രപ്രഭ ഗുളിക, അവിപത്തികര ചൂർണം, അവിപത്തി ചൂർണം, ഹൃദയവിരേചനം ഒക്കെ ശരീരോഷ്മാവ് കുറയ്ക്കുന്നതിനായി വൈദ്യനിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. സൂര്യാഘാതമേറ്റതായി സംശയം തോന്നിയാൽ വെയിലുള്ള സ്ഥലത്തു നിന്നും തണുത്ത സ്ഥലത്തേക്ക് മാറി വിശ്രമിക്കണം. ധരിച്ചിരിക്കുന്ന കട്ടിയുള്ള വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക. തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക. അല്പനേരം വിശ്രമിക്കുക. ശേഷം അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുക.